കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 26 ശ്ലോകം 14 ചെയ്തു. നമ്മൾ പുരൂരവസിൻ്റെ പശ്ചാത്താപവും കൊണ്ട് പറയണതാണല്ലോ. അപ്പം നമ്മൾ 7 തൊട്ട് 14 വരെയുള്ള ശ്ലോകങ്ങളിൽ എന്താണ് അതായത് പുരൂരവസന് വൈരാഗ്യം വന്നിട്ട് അവനവനെ തന്നെ നിന്ദിക്കുക, കഷ്ടം ഞാനിങ്ങനെ, ഇതൊക്കെ എത്ര നിസ്സാരമായിട്ടുള്ള സുഖമാണ്, അതിൻ്റെ പിന്നാലെ പോയില്ലോ എന്നൊക്കെ പറയുക, വൈരാഗ്യമാണ് കാണിക്കണം കേട്ടോ ഈ 8 ശ്ലോകത്തിൽ 7 തൊട്ട് 14 വരെ. അപ്പോൾ ലാസ്റ്റ് ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇന്ദ്രിയ സുഖം അനുഭവിക്കും തോറും അതിനാഗ്രഹം കൂടി വരികയാണ് ചെയ്യുക, തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല. എത്രത്തോളം ഇന്ദ്രിയസുഖം അനുഭവിക്കണോ അത്രത്തോളം ഡിമാൻഡ് ചെയ്യും ഇന്ദ്രിയങ്ങൾ. അങ്ങനെയാണ്. അതായത് ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല, അകന്ന് നിൽക്കാനേ പറ്റുള്ളൂ, നമുക്ക് ഇന്ദ്രിയങ്ങളെ അടക്കാനേ പറ്റുള്ളൂ, ഒരിക്കലും മതിയാവുക അങ്ങനെയില്ല. ആക്ച്വലി കൂടി കൂടി വരികയാണ്. എന്നിട്ട് ഉദാഹരണം പറഞ്ഞല്ലോ, പിന്നെ എന്താണ്, കത്തുന്ന അഗ്നിയിലേക്ക് നെയ്യൊഴിച്ച് അത് ആളി കത്തില്ലേ, അതുപോലെയാണ് ഇന്ദ്രിയസുഖം അനുഭവിച്ച് തൃപ്തി വരാത്തപ്പോൾ പിന്നെയും അനുഭവിക്കാൻ തോന്നും, അത് അനുഭവിക്കും തോറും പിന്നെ അങ്ങനെയാണെന്ന് പറഞ്ഞു അല്ലേ. അതാണ് നമ്മൾ പറഞ്ഞത്, കഷ്ടം, അതിന് ഞാൻ അങ്ങനെ എൻ്റെ ജീവിതം കളഞ്ഞു എന്നുള്ള ആ വൈരാഗ്യം, അതിന്ന് പിന്നെ ഇങ്ങനെ ഒരാളെ സ്നേഹിച്ചിട്ട് പെട്ടെന്ന് ആ സ്ത്രീ ചതിച്ചു വിട്ട് പോയപ്പോഴത്തെ വൈരാഗ്യമാണ് പറഞ്ഞത്. ഇനി ഏകദേശം 10 ശ്ലോകമാണ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ പുരൂരവസന് വന്ന വിവേകത്തിനെ പറ്റി പറയുകയാണ്. അപ്പോൾ നമുക്ക് 15 വായിക്കാം കേട്ടോ. പുംശ്ചല്യാപഹൃതം ചിത്തം കോന്യോ മോചയിതും പ്രഭു ആത്മാരാമേശ്വരമൃതേ ഭഗവന്തമഥോക്ഷജം. ആത്മാവിൽ തന്നെ രമിക്കുന്ന ആത്മാരാമേശ്വരം, അതായത് അവനവനിൽ തന്നെ രമിക്കുന്ന ആത്മാരാമന്മാരായിട്ടുള്ള യോഗിമാർക്കും ഈശ്വരനും അഥോക്ഷജം ഇന്ദ്രിയജ്ഞാനത്തിന് വിഷയമായി, അതായത് ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ എന്നാണ് അഥോക്ഷജൻ എന്ന ഭഗവാന്റെ പേരാണല്ലോ. ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ എന്നാണ് അർത്ഥം. ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ എന്ന് മാത്രമല്ല, ഇന്ദ്രിയങ്ങളാൽ അറിയപ്പെടാത്തവനാണ് ഭഗവാൻ, അഥോക്ഷജനാണ് അല്ലേ. അപ്പോൾ കണ്ണ പറഞ്ഞ എല്ലാ ഇന്ദ്രിയങ്ങളും പെടുകയില്ലേ. അതായത് എന്താണ്, യോഗീശ്വരന്മാരാൽ ആത്മാവിൽ തന്നെ ആത്മാരാമന്മാരായിട്ടുള്ള യോഗീശ്വരന്മാർക്കും ഈശ്വരനും അവർക്ക് പോലും ഇന്ദ്രിയത്തിന് വിഷയമല്ലാത്ത അഥോക്ഷജൻ, അതാണല്ലോ. അങ്ങനത്തെ ഭഗവാനല്ലാതെ, ഭഗവന്തം ഹൃദേ, ആ ഭഗവാനല്ലാതെ ഇന്ദ്രിയത്തിനതീതമായി വർത്തിക്കുന്ന, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകാത്ത അഥോക്ഷജനായ ഭഗവാനല്ലാതെ കഹ അന്യഹ നു, വേറെ ആർ തന്നെയാണ് പുംശ്ചല്യാപഹൃതം ചിത്തം, ഈ വേശ്യാസ്ത്രീയാൽ അപഹരിക്കപ്പെട്ട ചിത്തത്തിനെ മോചിപ്പിക്കുവാൻ പ്രഭു ശക്തൻ. അതെന്താ പറയണ വെച്ചാൽ, നല്ല വിവേകം വന്നു, വേറൊരാൾക്കും എന്നെ ഈ വേശ്യയാൽ അപഹരിക്കപ്പെട്ട ചിത്തത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ യോഗീശ്വരന്മാർ, ആത്മാരാമന്മാരായിട്ടുള്ള യോഗീശ്വരന്മാർക്ക് പോലും, യോഗീശ്വരന്മാരുടെ പോലും ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകാത്ത അഥോക്ഷജൻ മീൻസ് ഭഗവാനല്ലാതെ ഒരാൾക്കും ഇങ്ങനെ ഒരു വ്യഭിചാരിണിയാൽ അപഹരിക്കപ്പെട്ട ചിത്തത്തെ, എൻ്റെ പോലത്തെ ചിത്തത്തെ മുക്തമാക്കാൻ വേറെ ഏതൊരു ദേവനാണ് സാധിക്കുക എന്നാണ് ഇതിൽ പറഞ്ഞത്. അതായത് ഭഗവാനല്ലാതെ ആർക്കും ഇങ്ങനെ മായാമോഹിതനായിട്ട് കിടക്കണ ഒരാളുടെ മനസ്സിനെ മാറ്റാൻ വേറെ ആർക്കും സാധിക്കില്ല. അതാണ് ഇതിൽ പറഞ്ഞത്. പിന്നെ ഒരു വേശ്യ അല്ലെങ്കിൽ ഒരു ഇമ്മോറലായിട്ടുള്ള ഒരു പുഞ്ചലി പറഞ്ഞാൽ അതാണല്ലോ, വേശ്യ എന്ന് തന്നെയാണ് അർത്ഥം. എന്താണ്, അതെ, ഒരു വ്യഭിചാരിണിയാൽ
അപഹരിക്കപ്പെട്ട ചിത്തത്തെ അതിന്ന് വീണ്ടെടുത്ത് അതിന്ന് മുക്താക്കാൻ വേറെ ആർക്കാ കഴിയുക? ആത്മാരാമനായിട്ടുള്ള ജഗദീശ്വരനല്ലാതെ, അല്ലെങ്കിൽ ആത്മാരാമന്മാരായ യോഗീശ്വരന്മാർക്ക് പോലും അപ്രാപ്യമായിട്ടുള്ള പലപ്പോഴും അല്ലേ, ആത്മാരാമനായിട്ടുള്ള ഈ ഭഗവാനല്ലാതെ വേറെ ആർക്കാണ് ഈ വ്യഭിചാരിണിയാൽ അപഹരിക്കപ്പെട്ട ചിത്തത്തെ വേറെ ആർക്കാണ് അതിന്ന് രക്ഷിക്കാൻ സാധിക്കുക എന്നാണ് ഇതിൽ പറഞ്ഞത്. അതായത് ഭഗവാനാണെങ്കിലോ ആത്മാരാമന്മാരെ പോലും വശീകരിക്കുന്ന അല്ലേ, ശുഖബ്രഹ്മർഷിയെപ്പോലും ശുഖബ്രഹ്മർഷിക്ക് പോലെയുള്ള ആത്മാരാമന്മാർക്ക് പോലും ഭഗവാനെ കണ്ട സന്തോഷമാണ്. അതാണ് ആത്മാരാമന്മാരെ പോലും വശീകരിക്കുന്ന, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒരിക്കലും അറിയാൻ സാധിക്കാത്ത ആ ഭഗവാനെ ഒഴിച്ച് വേറൊരാൾക്കും ഇങ്ങനെ ഒരു വ്യഭിചാരിണിയാൽ അപഹരിക്കപ്പെട്ട ചിത്തത്തോടു കൂടിയ ഒരാളുടെ മനസ്സിനെ എങ്ങനെ മോചിപ്പിക്കാൻ കഴിയുക? അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താ? അതുകൊണ്ട് ഭഗവാനെ സർവാത്മന ശരണം പ്രാപിക്കന്നേ ഗതിയുള്ളൂ എന്ന് ബോധ്യായി. ആർക്ക്? വിവേകം വന്നു. ആർക്ക്? പുരൂരവസന്. പുംശ്ചല്യാപഹൃതം ചിത്തം കോന്യോ മോചയിതും പ്രഭു ആത്മാരാമേശ്വരമൃതേ ഭഗവന്തമധോക്ഷജം. ആത്മാരാമകൂടിയും അമൃതാണ് ഭഗവാനെ അല്ലേ. അങ്ങനത്തെ ഭഗവാനല്ലാണ്ട് ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിക്കുക മാത്രമേ ഗതിയുള്ളൂ. അതായത് ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ലല്ലോ. ബോധിതസ്യാപി ദേവ്യാ മേ സൂക്തവാക്യേന ദുർമതേ മനോഗതോ മഹാമോഹോ നാപയാത്യജിതാത്മനഃ. ദേവ്യ മീൻസ് ഇവിടെ ദേവി പറഞ്ഞ ഉർവശിയാണ് കേട്ടോ. ഉർവശിയാൽ സൂക്തവാക്യേന വേദവാക്യത്താൽ ബോധിതസ്യ അഭി ബോധിക്കപ്പെട്ടവനായിട്ടിരുന്നിട്ടും കൂടി അജിതാത്മന മനോജയം ഇല്ലാത്തവനും ദുർമതേഹേ മേ അതുകൊണ്ട് തന്നെ ദുർബുദ്ധിയോടുകൂടിയവനുമായ എൻ്റെ മനോഗത മനസ്സിലുള്ള വലിയ മോഹം, അതായത് മോഹിതമായിട്ടുള്ള എൻ്റെ മായാമോഹിതനായിട്ടുള്ള എൻ്റെ മനസ്സിന് ആപയാതി നശിച്ചു പോകുന്നില്ല. എന്താണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞു വെച്ചാൽ, ഈ ആത്മാരാമനായിട്ടുള്ള ഭഗവാനല്ലാതെ ഉർവശി എന്നെ തിരിഞ്ഞു നിന്ന് എന്നെ ബോധവാനാക്കാൻ നോക്കി. പക്ഷേ ദുർമതിയായിട്ടുള്ള എൻ്റെ ഈ മോഹം എന്നിട്ടും ശമിച്ചില്ല. അതായത് അവളുടെ കുറ്റമല്ല, എൻ്റെ കുറ്റം തന്നെയാണെന്ന് പറയാണ്. അതാണ് ഇതിൽ പറയണത്. അവൾ ഒരു വേശ്യയാണ്, അവൾ അങ്ങനെയൊക്കെ ചെയ്യും അല്ലേ. അപ്പോൾ എന്താണ് ഇത് പറഞ്ഞ വെച്ചാൽ, ഉർവശി ഉർവശിയാൽ വശീകരിക്കപ്പെട്ട് ഞാൻ, അല്ലെങ്കിൽ വശീകരിക്കപ്പെടേണ്ട ആവശ്യമില്ലല്ലോ, എനിക്ക് ഇന്ദ്രിയജയം വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഉർവശിയാൽ വശീകരിക്കപ്പെട്ടപ്പോൾ ഞാൻ അതിൽ വീണത്. ഉർവശിയുടെ കാമബാണം എനിക്ക് ഏൽക്കാൻ എന്താ കാരണം? ഉർവശിയുടെ കാമബാണം ഏൽക്കാൻ കാരണം എന്താ കാരണം? അതാണ് ഉർവശിയാൽ വേദവാക്യത്താൽ ബോധിക്കപ്പെട്ടവനായിരുന്നിട്ടും കൂടി, പൂവും ഉപേക്ഷിച്ച് പൂവെന്ന് പറഞ്ഞിട്ട് പോലും അത്രയ്ക്ക് അവളിൽ ആകൃഷ്ടയായിട്ട് ഒട്ടും മനസ്സിന് ജയമില്ലാത്തവനായതുകൊണ്ടാണ്, എൻ്റെ ദുർബുദ്ധിയായി തീർന്നിട്ടാണ് എനിക്ക് ഇങ്ങനെ പറ്റിയതെന്ന് പറയുകയാണ്. അതായത് ഉർവശി മനോഹരമായ വാക്കുകൊണ്ട് എന്നെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് പോലും ഈ ജിതേന്ദ്രിയനല്ലാത്തതിനാൽ ദുർമതിയായ എൻ്റെ മനസ്സിലുള്ള ആ മോഹാതിശയം പോയില്ല എന്നാണ് പറയുന്നത്. അല്ലാണ്ട് ഈ ഉർവശിയുടെ കുറ്റമൊന്നുമല്ല, എൻ്റെ ചിത്തമോഹം അവളെ എന്നെ ബോധവാനാക്കാൻ ശ്രമിച്ചിട്ട് പോലും ആ മോഹം ശമിക്കണില്ല. അതായത് ആ ഉർവശിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ്. എൻ്റെ കുറ്റം തന്നെയാണെന്ന് വിവേകം വന്നു. അതാണ് അതായത് അവളുടെ സൗന്ദര്യത്തിലങ്ങിട്ട് എന്താ പറയുക, ആകൃഷ്ടയായിട്ടേ പേരൊന്നും ആലോചിക്കാൻ വയ്യ. അതാണ്
പിന്നെ ഇതിൽ പറഞ്ഞത് കേട്ടോ. ഇനി നോക്കട്ടെ, ഇനി 16 വായിച്ച് നമുക്ക് 17ലേക്ക് പോവാം കേട്ടോ. ബോധിതസ്യാപി ദേവ്യാ മേ സൂക്തവാക്യേന ദുർമതേഃ മനോഗതോ മഹാമോഹോ നാപയാത്യജിതാത്മനഃ. എന്നിട്ടും അപയാതിന്ന് മീൻസ് എൻ്റെ ആ മോഹം നശിച്ചില്ല, അവളുടെ കുറ്റല്ല. അപയാതി, അതാണ് നാപയാത്യജിതാത്മനഃ. എന്താ കാരണം? ഞാൻ ജിതേന്ദ്രിയനായിട്ടില്ല, അതുകൊണ്ടാണ്. ഇന്ദ്രിയങ്ങളെ ജയിച്ചിട്ടില്ല. 17 കിമേതയാ നോപകൃതം രജ്വാ വാ സർപ്പചേതസഃ രജ്ജുസ്വരൂപാ വിദുഷോ യോഹം യദജിതേന്ദ്രിയ. ഇനി കയറിൻ്റെ ഇത് പറയാണ്. രജ്ജുസ്വരൂപാ വിദുഷ, കയറിൻ്റെ ശരിക്കുള്ള കയറാണ് അത് എന്നറിയാത്തവനും, അതായത് കയറിൻ്റെ സ്വസ്വരൂപം അറിയാത്തവനും, സർപ്പചേതസ, അതിനാൽ കയറിനെ പാമ്പ് എന്ന് വിചാരിച്ചവനുമായ ആൾക്ക് രജ്വാവ, കയറിനാൽ എന്ന പോലെ, ഏതയ, ഇവളാൽ, നഹ, കാമിയായ എനിക്ക്, കിം അപകൃതം, എന്താണ് അപ്രകാരം സംഭവിച്ചത്, യദ്, എന്തെന്നാൽ, യഹ, അഹം, ഇപ്രകാരം ഇരിക്കുന്ന ഞാൻ തന്നെയാണ് അജിതേന്ദ്രിയ, ജിതേന്ദ്രിയനാകാത്തത് കൊണ്ടാണ്. അല്ലേ? അങ്ങനൊരു അബദ്ധം പറ്റിയത് എന്തുകൊണ്ടാണ്? അവളെ, ഉർവശിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ കുറ്റക്കാരൻ? കയറിനെ സർപ്പാണെന്ന് ധരിക്കുന്ന ഞാനല്ലേ കുറ്റക്കാരൻ? ശരിക്കത് വെറും കയറാണ്. അതിനെ സർപ്പാണെന്ന് ധരിച്ച് പേടിച്ചാൽ കയറിൻ്റെ കുറ്റമല്ലല്ലോ. അതേപോലെയാണ് ഉർവശി ഒരു വേശ്യയാണ്. അവൾ പറയണതൊക്കെ വിശ്വസിച്ചിട്ട് അവളിൽ എല്ലാ സ്നേഹവും അർപ്പിക്കാൻ പുറപ്പെട്ട എൻ്റെ കുറ്റാണ്. അവൾ ശരിക്കും അവളുടെ കുറ്റമല്ല, അവൾ വേശ്യയാണ്. ഇപ്പം സ്നേഹവും നല്ല മധുരവാക്കും പറഞ്ഞ് എന്നെ മയക്കിയെടുത്താലും അവളെ എപ്പോൾ വേണമെങ്കിൽ എന്നെ വിട്ടു പോവാം എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായില്ല എനിക്ക്. ബുദ്ധി ഇല്ല എന്നുള്ളതിനേക്കാളും എനിക്ക് ഇന്ദ്രിയജയം ഉണ്ടായില്ല. അതാണ്, ഇന്ദ്രിയജയം ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ര ആകൃഷ്ടം. അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കുമല്ലോ, ആലോചിക്കാൻ പോലും പറ്റാത്തത്ര ഇന്ദ്രിയ സുഖത്തിലങ്ങോട്ട് വ്യാപൃതനായി. അപ്പോൾ ആ വിവേകം തന്നെ നഷ്ടപ്പെട്ടു എന്നതാണ് പറയണത്. അതായത് പിന്നെ ഒരാൾക്കിപ്പോൾ കയറ് കണ്ട് സർപ്പാണെന്ന് തോന്നിയാൽ കയറിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? കയറിൻ്റെ സ്വരൂപം തിരിച്ചറിയാൻ കഴിയാതെ ഈ ഭയം, ഇന്ദ്രിയങ്ങൾക്ക് അടിമയായിട്ട് ഉള്ള ഒരാൾക്ക് ഭയം ഉണ്ടാവും. അതേപോലെയാണ് ഞാനും ഇന്ദ്രിയങ്ങൾക്ക് അടിമയായിട്ട് വർത്തിക്കണം. ഞാൻ ഇവളുടെ വാക്കിനെ വിശ്വസിച്ച് ഇന്ദ്രിയ സുഖ മാത്രം കണ്ട് വിവേകം നഷ്ടപ്പെട്ടിട്ട് അത് എൻ്റെ കുറ്റം തന്നെയാണെന്ന് പറയണം. കയറിനെ പാമ്പായി കണ്ട് പേടിക്കണേന് കയറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവളെപ്പോലൊരു സ്ത്രീ വിശ്വസിച്ചിട്ട് ഞാൻ പിന്നെ ഈ ദുഃഖിക്കണത് എൻ്റെ കുറ്റം തന്നെയാണ്. അത്ര വളരെ നന്നായിട്ടുണ്ടല്ലേ അത്. കിമേതയാ നോപകൃതം രജ്വാസ സർപ്പചേതസ. ഇപ്പം ആ വിവേകം വന്നതിൻ്റെ അതുകൊണ്ടാണ് ഇത് പറ്റും തോന്നണതേ. രജ്ജുസ്വരൂപാ വിദുഷോ യോഹം യദജിതേന്ദ്രിയ. കയറിൻ്റെ സ്വസ്വരൂപം മനസ്സിലാക്കാൻ പറ്റാത്ത ആളുടെ കുറ്റല്ലേ. അതാണ്. ക്വായം മലീമസക്കായോ ദൗർഗന്ധ്യാദ്യാത്മകോ ശുചി ആത്മകോ അശുചി എന്നാണ് കേട്ടോ. ക്വായം മലീമസക്കായോ ദൗർഗന്ധ്യാദ്യാത്മകോ ആത്മകഃ അശുചിഃ ആത്മകോ ശുചിഃ ക്വഗുണാഃ സൗമനസ്യാദ്യാ ഹ്യധ്യാസോ വിദ്യയാ കൃതഃ. 18 മലീമസഃ, വളരെ മലിനമായതും, ദൗർഗന്ധ്യദ്യാത്മകഃ, ദുർഗന്ധം മുതലായവയെ സ്വരൂപമായിട്ടുള്ളതും, അല്ലേ? ദേഹേ അശുചി, ശുചിയില്ലാത്തതും ശുദ്ധമല്ലാത്ത അശുദ്ധമായതുമായ അയാ കായ, ഈ ശരീരം എവിടെ? അയാ കായ ക്വ, ഈ ശരീരം എവിടെ? സൗമനസ്യാദ്യാഹ, പുഷ്പങ്ങളെപ്പോലെ സുഗന്ധവും എന്താ പറയുക മാർദ്ദവവും മുതലായ ഗുണഹക്വ, ഗുണങ്ങൾ എവിടെ? അവിദ്യയാ കൃതഃ, ഇത് അവിദ്യ കൊണ്ടുണ്ടായ
അധ്യാസ ഹി, അധ്യാസം മാത്രമാണ്. നല്ല വിവേകം വന്നു. എന്താ പറഞ്ഞ വെച്ചാൽ ദുർഗന്ധം, അതായത് ഇങ്ങനെ പിന്നെ എന്താണ് ഭയങ്കര മലിനവും ദുർഗന്ധം പിന്നെ പുറപ്പെടുവിക്കുന്നതുമായ ഈ മലം ചുമക്കുന്ന ഒരു ദേഹമാണ് അല്ലേ, വളരെ മലിനവും ദുർഗന്ധപൂർണവുമായ മലം ചുമക്കുന്ന ഒരു ദേഹമാണ് നമ്മുടെ ദേഹം. അതിൽ സൗഹൃദം തുടങ്ങിയ ഗുണങ്ങളൊക്കെ എന്താ, ഒക്കെ അവിദ്യ, അതോ അജ്ഞാനം കൊണ്ട് തോന്നുന്നതാണ് അതൊക്കെ. ഈ ദേഹം ജഡശരീരമാണ്. ഈ ജഡശരീരം എത്ര മലിനവും ദുർഗന്ധം വമിക്കുന്നതും ഒക്കെയാണ് ആലോചിച്ച് നോക്കാതെ അതിനെ ഭ്രമിച്ച് അതിൻ്റെ പിന്നാലെ പോവുക എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും അജ്ഞാനം കൊണ്ട് തന്നെയാണ് അതെല്ലാവരും ചെയ്യണമെന്ന് പറയുകയാണ്. അതായത് ദുർഗന്ധം പുറപ്പെടുവിക്കണ, അതായത് അത്ര പിന്നെ മലിനവും ദുർഗന്ധപൂർണവും അശുദ്ധവും ആയിട്ടുള്ള ഈ ശരീരം എവിടെ, സൗന്ദര്യവും സൗമനസ്യവും അതെവിടെ, ഇതെനിക്കിങ്ങനെ ഭംഗിയുള്ളതാണെന്ന് തോന്നാനും അതിൽ ഞാൻ ആകൃഷ്ടനാവാനും ഒരേ ഒരു കാരണമേ ഉള്ളൂ, എൻ്റെ അവിദ്യ, അജ്ഞാനം. ശരിക്കും അങ്ങനെ ആയിട്ടല്ല, ദേഹം ശരിക്കും വർജിക്കേണ്ട ഒരു സാധനമാണ്, ജഡാണ്. പക്ഷെ അതിലെനിക്കിങ്ങനെ ഞാനിങ്ങനെ ആകൃഷ്ടമാവാൻ കാരണം എൻ്റെ അജ്ഞാനം തന്നെയാണ്. ഉർവശിയുടെ ദേഹത്തിൽ ഇത്ര ഭംഗിയുണ്ടെന്നൊക്കെ എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് തോന്നിയതാണ്, എൻ്റെ മനസ്സങ്കല്പമാണ്. ആലോചിച്ച് നോക്കിയാൽ അറപ്പ് വരുന്നതാണ്. ആ വിവേകം നഷ്ടപ്പെട്ടിട്ട് അജ്ഞാനം കൊണ്ട് അതിനെ ഭ്രമിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അതിൽ ഉർവശിക്ക് യാതൊരു കുറ്റമില്ല എന്ന് പറയാണ്. ശരിയല്ലേ? വെറും ഞാൻ അവിദ്യ കൊണ്ട് ആരോപിച്ചു. എന്താ ആരോപിച്ച? ഇവള് മഹാസുന്ദരിയാണ്, ഇവളെ എനിക്ക് വിട്ടിട്ട് വയ്യ എന്നുള്ള. അവളിൽ ഈ ജഡശരീരം ദുർഗന്ധപൂർണവും മലിനവും അശുദ്ധവുമായ ഈ ശരീരത്തെ ഞാൻ മനസ്സുകൊണ്ട് ഏറ്റവും ഭംഗിയുള്ളതും ഏറ്റവും പ്രാപിക്കാവുന്നതാണെന്ന് ഞാൻ സങ്കല്പിച്ചു. അതെൻ്റെ കുറ്റാണ്, ഉർവശിയുടെ കുറ്റമല്ല. ആ ശരീരം ആലോചിച്ച് നോക്കിയാൽ വിവേകം നഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ അജ്ഞാനം കൊണ്ടാണ്. ക്വായം മലീമസക്കായോ ദൗർഗന്ധ്യാത്മകോ അശുചി കോ ശുചി ക്വ ഗുണ സൗമനസ്യാദ്യ ഹ്യധ്യാസോ വിദ്യയാ കൃത. അവിദ്യ കൊണ്ട് ഞാൻ അധ്യാസം ചെയ്തു. അതായത് അജ്ഞാനം കൊണ്ടാണല്ലോ കയറിൽ പാമ്പിനെ അധ്യാസം ചെയ്യണം, സൂപ്പർ ഇമ്പോസ് ചെയ്യുക. അധ്യാസം വെച്ചാൽ സൂപ്പർ ഇമ്പോസിഷൻ. ഞാൻ ശരിക്കും അവളൊരു അശുദ്ധവും ദുർഗന്ധപൂർണവും ഒക്കെ ആയിട്ടുള്ള ഒരു മല നിറഞ്ഞതായിട്ടുള്ള ശരീരമാണ്. പക്ഷെ ഞാൻ അതിലൊരു വളരെ സൗന്ദര്യത്തിൻ്റെ തിടമ്പായിട്ട് ഞാൻ ഒരു സ്ത്രീയെ ഞാനവിടെ സൂപ്പർ ഇമ്പോസ് ചെയ്തു. പിന്നെ എനിക്കതേ അറിയുള്ളൂ, എൻ്റെ അജ്ഞാനം കൊണ്ടാണ്. ഏതുപോലെ ശരിക്കതൊരു കയറാണ്, അജ്ഞാനം കൊണ്ട് കയറാണെന്ന് മനസ്സിലാവാതെ അത് പാമ്പാണെന്ന് അതിൽ സൂപ്പർ ഇമ്പോസ് ചെയ്തു അല്ലേ, അധ്യാസം ചെയ്തിട്ട് പേടിക്കുകയാണ്. അപ്പം അത് കയറിൻ്റെ കുറ്റല്ല എന്നുള്ള പോലെ ഇത് ഇവരുടെ കുറ്റല്ല. ഇനി ഒക്കെ നമ്മളെ മനസ്സിൻ്റെയാണ് പറയുകയാണെങ്കിൽ, മനസ്സ് സങ്കല്പിക്കുകയാണ് അത് നല്ലതാണെന്നേ, അതാണ്. അപ്പോൾ ഒരു നിവൃത്തിയില്ല. അത് കഴിഞ്ഞു. ഇനി 19. പിത്രോഹോ കിം സ്വം നു ഭാര്യായാഹ സ്വാമിനോഗ്നേ സ്വഗൃധ്രയോഹോ കിമാത്മന കിം സുഹൃദാം ഇതി യോ നാവസീയതാം. എന്താണ്? നാവസീയതേ. അതെ. യഹ പിത്രോഹോ സ്വം കിം, ഏതൊരു ശരീരം സൃഷ്ടിക്കപ്പെടുന്നതിനാൽ മാതാപിതാക്കൾക്ക് സ്വന്തമാണോ, മീൻസ് ശരീരം ആരുടെ സ്വന്തമാണ്? ഭാര്യയോഹോ നു, അഥവാ സുഖം നൽകണോണ്ട് ഭാര്യയുടെ സ്വന്തമാണോ ശരീരം, അതോ ജന്മം നൽകിയ അച്ഛനമ്മമാരുടെ സ്വന്തമാണോ ശരീരം? സ്വാമിനഹ, അതായത് തനിക്ക് അതായത് ഒരാളുടെ കീഴിലുള്ള സ്ത്രീ ആണെങ്കിൽ അയാളുടെ സ്വന്തമാണോ? അഗ്നേഹേ, അതായത് മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ദഹിപ്പിക്കുമ്പോൾ അത് അഗ്നിക്ക് സ്വന്തമാണോ?
പിന്നെയോ സ്വഗൃധ്രയോഹോ ആഹാരം പച്ചപ്പം മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചവ ഇട്ട് വെച്ചാൽ നായയും കഴുതിയൊക്കെ തിന്നില്ലേ, അതിൻ്റെ സ്വന്തമാണോ ഈ ശരീരം? ആത്മനഹക്കിം ശരീരം ചെയ്ത പുണ്യപാപങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടി ജീവാത്മാവിൻ്റെ സ്വന്തമായിട്ടെടുത്തതാണോ? ഇതി ന അവസീയതേ എന്ന് നിശ്ചയിക്കപ്പെട്ടില്ലയോ? ഇനി അത് മറ്റതും കൂടി ഏതാവുള്ളൂ, പക്ഷെ പോട്ടെ, സാരില്ല. എന്താ പറയണത് എന്താ വെച്ചാൽ, ഈ ദേഹം ആരുടെ അച്ചിട്ടാ? ഈ ദേഹത്തിന് ജന്മം നൽകിയ അച്ഛനമ്മമാരുടെയാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പോറ്റി വളർത്തണ ഒരു യജമാനൻ്റെ ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആർക്ക് അധീനമാണെന്ന് വെച്ചാൽ അതാണെന്ന് പറയാം. ഇനി ഭർത്താവിൻ്റെ ആണോ പറയാം, ഭാര്യയുടെ ദേഹം ഭർത്താവിൻ്റെ ആണോ, അതിനെ അനുഭവിക്കണ ഭർത്താവിൻ്റെ ആണോ? പിന്നെയോ ഇനി അതിനെ മരിച്ചു കഴിഞ്ഞാൽ അതിനെ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ ആണോ, അല്ലേ? അതോ ഇനി മൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുകയാണ് ദേഹം വെച്ചാൽ പട്ടിയുടെയും കഴുകൻ്റെയും വകയാണോ അത് തിന്നണത്? അതോ അത്രയും പറഞ്ഞു. ഇതൊന്നും നമുക്കറിയില്ല എന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ആത്മനാക്കിം അതോ പ്രാരബ്ധകർമ്മ അനുഭവിക്കാൻ വേണ്ടി എടുത്ത ജീവാത്മാവിൻ്റെ സ്വന്തമാണോ? ഇതൊന്നും അതാണിപ്പോൾ ഈ ശ്ലോകത്തിൽ ഇത്ര ആൾക്കാരെയാണോന്നൊന്നും അറിയില്ല. ശരീരം ആരുടെ സ്വന്തമാണെന്നാണ് പറയണത്. ആരുടെ വകയച്ചിട്ടാണ് ഈ ശരീരം? ആരുടെ വേണമെങ്കിൽ വകയെന്നോ നോക്കാം. അച്ഛനമ്മമാരുടെ പറയാം, കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ പറയാം ശരീരം, അല്ല ഒരാൾക്ക് തീറ്റിപ്പോറ്റാണെങ്കിൽ അയാളുടെയാണോ പറയാം, അല്ല പിന്നെ എന്താണ് നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് അഗ്നി എന്താണ് തീയിൽ വയ്ക്കുമല്ലോ, നമ്മൾ ദഹിപ്പിക്കുമല്ലോ, ദഹിപ്പിക്കുമ്പോൾ അഗ്നിയുടെ ആണോ ഈ ശരീരം? അതോ ദഹിപ്പിക്കാത്തവരെ മൃഗങ്ങൾക്ക് തിന്നാനിട്ട് കൊടുക്കുമ്പോൾ കഴുകനോ പട്ടിയോ ഒക്കെ തിന്നുമ്പോൾ അതിൻ്റെ ആണോ? ഇനി അതോ പ്രാരബ്ധകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ വേണ്ടി ഈ ശരീരം എടുത്ത അതിൻ്റെ ഉള്ളിലുള്ള ജീവാത്മാവിൻ്റെ ആണോ? അത്രയും ഇതിൽ പറഞ്ഞു. ആരുടെയാണ് ഈ ശരീരം? ആർക്ക് സ്വന്തമാണ്? പിത്രോഹ കിം സ്വം നു ഭാര്യായാഹ സ്വാമിനോഗ്നേഹ സ്വഗൃധ്രയോഹ കിം ആത്മന കിം, അതായത് പട്ടിയുടെയോ പിന്നെ കഴുകൻ്റെയോ ഒന്ന് കിം അങ്ങനെയാണല്ലോ. പിന്നെ ഇവർക്കുണ്ടല്ലോ എന്താ പറയുക, ജൈനന്മാർക്കല്ല, എന്താണ് പാഴ്സികൾക്കാണ് തോന്നുന്നത്. പാഴ്സികൾക്ക് അവർ ദഹിപ്പിക്കുകയൊന്നും ചെയ്യില്ല. ശവം ടെറസിലോ അങ്ങനെ അവർക്ക് സ്ഥലമുണ്ട് ഇട്ട് കൊടുക്കാൻ, ഇങ്ങനെ ഇട്ട് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ കഴുകനും പിന്നെ പക്ഷികളും കാക്കയൊക്കെ കൊത്തി തിന്നേ ചെയ്യുക. പട്ടി കയറുണ്ടാവില്ല, അങ്ങനത്തെ ദിക്കില്ല തോന്നുന്നുണ്ട്. പട്ടിയില്ല, കഴുകനും പക്ഷികളൊക്കെ തിന്നാൻ കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ അവരുടെ ആണോന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ടല്ലോ അങ്ങനെയാവാം, പരുന്തിൻ്റെയോ അങ്ങനെ. ഗൃധ്രയോഹോ കിം ആത്മനക്കിം സുഹൃദാം ഇതിയോ നാവസീയതേ. ഇനി കുറച്ചും കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ. തസ്മിൻ കളേബരേ മേധ്യേ തുച്ഛനിഷ്ഠേ വിഷജ്ജതേ അഹോ സുഭദ്രം സുനസം സുസ്മിതം ച മുഖം സ്ത്രീയ. എന്താണ് അമേധ്യേ? വളരെ അമേധ്യം വെച്ചാൽ നമ്മൾ മലത്തിനൊക്കെ പറയും. അമേധ്യം വെച്ചാൽ ഒട്ടും ശുദ്ധമല്ലാത്തതും മലിനമായതും തുച്ഛനിഷ്ഠ കൃമിയായിട്ടോ അമേധ്യമായ ചാരമായോ ഭവിക്കുന്നതും വളരെ അശുദ്ധമാണ്. പിന്നെ കൃമിയൊക്കെ, അതായത് ഒരു ദിവസം മരിച്ചു കഴിഞ്ഞാൽ കിടത്തിയാൽ നിറച്ച് കൃമി, ബാക്ടീരിയയും പുറത്തുനിന്നുള്ള പുഴുവൊക്കെ വരും. തസ്മിൻ കളേബരേ, അങ്ങനെയുള്ള ഒരു ശരീരത്തിനെയാണ് നമ്മൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് സ്വന്താ പറയണത്. സ്ത്രീയ മുഖം, സ്ത്രീയുടെ മുഖം, സുഭദ്രം അഹോ ആഹാ എത്ര സുന്ദരം, സുസ്മിതം ച എന്തൊരു ഭംഗിയാണ് ചിരിക്കുന്നതിന്, വിഷജ്ജതേ എന്ന് അതിൽ രാഗം ഉണ്ടാകുന്നു. അതാ പറഞ്ഞ വിഷജ്ജതേ. എന്താ പറഞ്ഞ, ഇങ്ങനെ അവസാനം മരിച്ചു കഴിഞ്ഞ് നമ്മൾ അപ്പം തന്നെ ദഹിപ്പിക്കുകയെ അല്ലെങ്കിൽ പിന്നെ ദഹിപ്പിച്ചില്ലെങ്കിൽ കുഴിച്ചിട്ടാൽ അങ്ങനെയാണ് നമ്മൾ കാണില്ല എന്ന് മാത്രം, അല്ലേ? കൃമി വന്നിട്ട് ഉറുമ്പും കൃമിയൊക്കെ വന്നിട്ടാണ് ആ ദേഹം നശിക്കണത്, എല്ല് മാത്രമായി തീരുന്നത്. അപ്പോൾ അവസാനം
ഈ പിന്നെ അതായത് മരിച്ചു കഴിഞ്ഞാൽ ജഡം, ശരീരം എന്തായാലും ജഡമാണ്, എന്തായാലും ചൈതന്യം പോയി കഴിഞ്ഞാൽ കൃമിയോ വെറും പിന്നെ കഴുകനോ പൂച്ചയോ പട്ടിയോ തിന്നു വെച്ചാൽ അതിൻ്റെ മലമായിട്ടോ, അല്ലെങ്കിൽ കത്തിത്തീർന്ന് വെറും ക്രിമേഷൻ നമ്മൾ കത്തിക്കുകയാണെങ്കിൽ ദഹിപ്പിക്കുകയാണെങ്കിൽ ഭസ്മായിട്ടോ തീരുന്നതും ശരിക്കും അത്ര അശുദ്ധവുമായ ഈ ശരീരത്തിൽ നമ്മൾ നല്ലൊരു സ്ത്രീയുടെ മുഖം കാണുന്നു. എങ്ങനത്തെ സ്ത്രീ? മംഗളകരമായിട്ടുള്ള ഒരു സ്ത്രീയുടെ മുഖം, അതിസുന്ദരം, അതിമനോഹരമായിട്ട് പുഞ്ചിരി, ഇതൊക്കെ നമ്മൾ കണ്ട് ഇതിൻ്റെ അവസാനം ഇത്രയേ ഉള്ളൂ, ജഡശരീരമാണെന്നുള്ള വിവേകമില്ലാതെ അതിൽ അത്യാസക്തനായിത്തീരുന്നു. അതാണ് ആരുടെ വക ദേഹം ചിട്ട അല്ലേ? അവനവൻ്റെയോ സുഹൃത്തുക്കളുടെയോ വകയാണോ? പട്ടിയുടെയും കഴുകൻ്റെ ആണോ? പിന്നെയോ ഇത്ര അശുദ്ധവും അത്യന്തം തുച്ഛവുമായിട്ടുള്ള ഈ ദേഹത്തിലാണല്ലോ കഷ്ടം മനുഷ്യൻ ഇത്ര സംഘം വെക്കണത്. വല്ലാത്ത കഷ്ടം. ഇത് മംഗളം. എന്നിട്ട് പിന്നെ പറയുകയും ചെയ്യും, ഈ സ്ത്രീ എന്തൊരു ഭംഗിയാണ് കാണാൻ, നല്ല മൂക്ക്, നല്ല വായ, നല്ല ചിരി, എന്ത് നല്ല മുഖം, നല്ല വളരെ ഐശ്വര്യമുള്ള മുഖം എന്നൊക്കെ പറഞ്ഞ് ആ സ്ത്രീ ദേഹവുമായിട്ട് നമുക്ക് എന്തൊന്നില്ലാത്ത സംഘം അനുഭവപ്പെടുന്നു. കഷ്ടം എന്ന് പറയാണ്. ശരിയല്ലേ? തസ്മിൻ കളേബരേ മേധ്യേ തുച്ഛനിഷ്ഠേ വിഷജ്ജതേ അഹോ സുഭദ്രം സുനസം സുസ്മിതം ച മുഖം സ്ത്രീയ. അങ്ങനെയൊക്കെ പറഞ്ഞ് അത്യാസക്തനായിത്തീരുന്നു ഈ ആളെ. ഇതൊന്നും ആലോചിക്കാതെയാണ്. കുറച്ച് കാലത്തേക്ക് ഒരു ഭംഗിയൊക്കെ പുറത്തുണ്ട്, അത്രേ ഉള്ളൂ. ഒന്നും നശ്വരാണ്. അതെന്ന് വെച്ച് അത്യാസക്തനാവാതിരിക്കാനുള്ള വിവേകമില്ലേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇപ്പം വിവേകം വന്നതുകൊണ്ടാണ് അതൊക്കെ തോന്നണതേ. അങ്ങനെയാണ് കഷ്ടം, ഞാൻ അതിലിട്ട് മനസ്സ് വെച്ചുല്ലോ എന്ന്. ഇനി ഇങ്ങനെ ഈ ജഡശരീരത്തിൽ, അത്ര മലിനമായ ശരീരത്തിൽ ഇങ്ങനെ മനസ്സുകൊണ്ട് ഗുണങ്ങളൊക്കെ സങ്കല്പിച്ച് അതിൽ അത്യാസക്തരായി രമിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ കൃമി സദൃശാണെന്ന് പറയാണ് അടുത്തേൽ കേട്ടോ. ത്വങ് മാംസരുധിരസ്ഥായുമോദോ അല്ല ത്വങ് മാംസരുധിന സ്നായു മേധോ മജ്ജാസ്തി സംഹതൗ വിൺമൂത്രപൂയേ രമതാം കൃമീണാം കിയദന്തരം. ആലോചിച്ച് നോക്കിയാൽ ശരിയല്ലേ? എന്താണെയോ, തോൽ, അതായത് നമ്മുടെ തൊലി, മാംസം, രക്തം. ത്വങ് മാംസം, രുധിരം ച രക്തം, പിന്നെ ഞരമ്പുകൾ, പിന്നെ ഈ കൊഴുപ്പ്, മേധസ്സ പറയുമല്ലോ, കൊഴുപ്പ്, മജ്ജ, നമ്മുടെ ഈ അകത്തെ ഇതൊക്കെ ബോൺ മാരോ ഒക്കെ, മജ്ജ, ഈ പിന്നെ ഫാറ്റ് ഒക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് അല്ലേ ഏറ്റവും പുറത്ത് തോലുണ്ട്, മാംസമുണ്ട്, രക്തമുണ്ട്, ഞരമ്പുകളുണ്ട്, കൊഴുപ്പുണ്ട്, പിന്നെ ബോൺ മാരോ അതുണ്ട്. പിന്നെയോ ഇതൊക്കെ പാടെയാണ് ഈ ശരീരം. മാത്രമല്ല രമതാം, അതിൽ രമിക്കുന്ന മനുഷ്യന്മാർക്കും വിൺമൂത്രപൂയെ, മലവും മൂത്രവും രക്തം ഇവകളിൽ രമിക്കുന്ന കൃമികൾക്കും അന്തരം കിയത്, എന്താ ഭേദം? അതായത് നമ്മൾ രക്തത്തിലും മലത്തിലും മൂത്രത്തിലൊക്കെ അങ്ങനെ കുറേ ദിവസം അത് വൃത്തിയാക്കാതെ ഇട്ടാൽ ഒരുപാട് കൃമികൾ വരുമല്ലോ. ആ കൃമികളും എല്ലാം അടച്ചുപൂട്ടി ദേഹത്തിൻ്റെ ഉള്ളിൽ ഇതേ സാധനം തന്നെ ഉള്ള ഒരു മനുഷ്യൻ്റെ ശരീരത്തിലും നമ്മൾ രമിക്കുന്നുണ്ടെങ്കിൽ ഈ കൃമികളും മനുഷ്യരും കൂടി എന്താ വ്യത്യാസം എന്നാണ് ചോദിക്കണത്. അതാണ് പറയണത്. ഇത് എന്താണ്, തൊലി, മാംസം, രക്തം അല്ലേ, ചോര, നാഡി, ഞരമ്പുകൾ, കൊഴുപ്പ്, മജ്ജ, പിന്നെ ഇതെല്ലാം കൂടിച്ചേർന്നതല്ലേ നമ്മുടെ ദേഹം. മലവും മൂത്രവും ഒക്കെ കട്ട പിടിച്ചിരിക്കണ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് കൃമികൾ സന്തോഷമായിട്ട് തിന്ന് സന്തോഷിക്കുക അവിടെ? അതുപോലെയാണ് മനുഷ്യനും ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ദേഹത്തിൽ രമിക്കണത്. എന്താ ഒരു മനുഷ്യനും കൃമിയും കൂടി എന്താ വ്യത്യാസമുള്ളത് എന്നാണ് ചോദിക്കുന്നത്.
ത്വങ് മാംസരുധിരസ്നായുമേതോ മജ്ജാസ്ഥി സംഹതൗ വിൺമൂത്രപൂയേ രമതാം കൃമീണാം കിയദന്തരം. എന്താ അന്തരമുള്ളത് ഈ കൃമിയായിട്ടും മനുഷ്യനായിട്ടും? ഒരു വ്യത്യാസമില്ല എന്ന് ശരിക്കും. പുഴുക്കളും ഈ കൃമികളും മനുഷ്യനും ഒരുപോലെ തന്നെയാണെന്ന്. ഈ 22 അഥാപി നിർത്താട്ടോ, ഇവിടെ സമയമായി. അപ്പോൾ നമുക്ക് നിർത്താം. എത്ര സമയമായില്ലേ വിചാരിച്ചു ഞാൻ. അപ്പോൾ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.